വെൽക്കം ബാക്ക് മൈ ഡിയർ സ്റ്റുഡൻസ്. മാത്തമാറ്റിക് അനാലിസിൻ്റെ ഒരു പുതിയ ലെക്ചറിലേക്ക് സ്വാഗതം. സോ പ്രീവിയസ് ലെക്ചേഴ്സിൽ നമ്മൾ കോഷി സീക്വൻസ് എന്ന പുതിയ ക്ലാസ് ഓഫ് സീക്വൻസ് ഡിഫൈൻ ചെയ്തു. നമ്മുടെ ബേസിക് ഒബ്ജക്റ്റീവ് വാസ് ടു റിലേറ്റ് ദ കൺവേർജൻസ് വിത്ത് റിഗാർഡ്സ് ടു കോഷി സീക്വൻസ്. അതായത് കോഷി സീക്വൻസിൻ്റെ ടേംസിൽ കൺവേർജൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഓൺ എ ബ്രോഡർ സെൻസ് കൺവേർജൻസിൻ്റെ ക്രൈറ്റീരിയ ഇൻഡിപെൻഡൻ്റ് ഓഫ് ഇറ്റ്സ് ലിമിറ്റ്സ്, അതായത് ലിമിറ്റിൻ്റെ പെർസ്പെക്റ്റീവിൽ അല്ലാതെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യം. അതിനുവേണ്ടിയാണ് നമ്മൾ കോഷി സീക്വൻസ് ഡിഫൈൻ ചെയ്തത്. കോഷി സീക്വൻസിൻ്റെ ബേസിക് പ്രോപ്പർട്ടീസ് ഒബ്സർവ് ചെയ്തപ്പോൾ എല്ലാ കൺവേർജൻസ് സീക്വൻസും കോഷിയാണെന്നും എല്ലാ കോഷി സീക്വൻസും ബൗണ്ടഡ് ആണെന്നും നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് വെദർ ഓർ നോട്ട് every Cauchy sequence is convergent എന്നുള്ളതാണ്. So combining every convergent sequence is Cauchy and every Cauchy sequence is convergent, we can state the criteria for convergence, which is called the Cauchy's convergence criteria, which states that a sequence of real numbers is convergent if and only if it's a Cauchy sequence. If and only if it's a Cauchy sequence. So the theorem states that എല്ലാ കൺവേർജൻറ്റ് സീക്വൻസും കോഷിയാണ്, എല്ലാ കോഷി സീക്വൻസും കൺവേർജൻ്റ് ആണ്. സോ ഒരു സീക്വൻസ് കൺവേർജൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അത് കോഷിയാണോ എന്ന് ഒബ്സർവ് ചെയ്താൽ മതി. ആ സീക്വൻസ് കോഷിയാണെങ്കിൽ ഇറ്റ് വിൽ ബി കൺവേർജൻറ്റ് എന്നതാണ് റിസൾട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. സോ വി ഹാവ് സക്സസ്ഫുള്ളി എസ്റ്റാബ്ലിഷ് ദാറ്റ് യൂസിങ് ദിസ് റിസൾട്ട് എ ക്രൈറ്റീരിയ ഫോർ കൺവേർജൻസ് വിച്ച് ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ദ ലിമിറ്റ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ പ്രൂഫ്. സോ ഇവിടെ നമുക്ക് രണ്ട് കാര്യമാണ് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത്. ഒന്ന്, എ സീക്വൻസ് എക്സ് എൻ ഈസ് കൺവേർജൻറ്റ് implies it is Cauchy. I think that part is already being established. Every convergent sequence is Cauchy എന്നുള്ള റിസൾട്ട് നമ്മൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. സോ ലെമ്മ 3.5.3 വെച്ച് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. റെഫർ ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, സോ നെക്സ്റ്റ് തിങ് വിച്ച് വി ഹാവ് ടു പ്രൂവ് ദിസ് എക്സ് എൻ ഈസ് Cauchy implies xn is convergent. This is the thing which we need to establish. So ഈ തിയറം ചോദിക്കുമ്പോൾ ഈ രണ്ട് പാർട്ടും എഴുതി പ്രൂവ് ചെയ്യേണ്ടത് എസെൻഷ്യൽ ആണ്. സോ പ്ലീസ് റിമെമ്പർ ദാറ്റ് just quoting the first part is not enough to give you full credits. Okay, so let's move on. So we have to prove that xn is Cauchy implies xn is convergent. So consider a Cauchy sequence. Consider a Cauchy sequence xn. xn is a Cauchy sequence. നമ്മൾ തൊട്ട് മുമ്പത്തെ ലെമ്മ വെച്ചിട്ട്, പ്രീവിയസ് ലെമ്മ വെച്ചിട്ട് we have a lemma which states that every Cauchy sequence is bounded. Sequence is bounded. So which means that using this lemma xn is bounded. So നമ്മളൊരു Cauchy സീക്വൻസ് കൺസിഡർ ചെയ്തു, ആ സീക്വൻസ് ബൗണ്ടഡ് ആണെന്ന് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തു യൂസിങ് ദ പ്രീവിയസ് ലെമ്മ. സോ ബൗണ്ടഡ് ആയതുകൊണ്ട് ഒരു സീക്വൻസ് കൺവേർജൻ്റ് ആകണമെന്നില്ല. പക്ഷേ ബോൾസാനോസ് ഫിയസ്ട്രാസ് തിയറം പറയുന്നത് every bounded sequence has a convergent subsequence എന്നാണ്. So by Bolzano Weierstrass theorem, which states that every bounded
sequence has a convergent subsequence. So xn Cauchy ആയതുകൊണ്ട് xn ബൗണ്ടഡ് ആണ്. സോ ബൈ ബോൾസാനോസ് വിയർസ്ട്രാസ് തിയറം xn has a convergent subsequence അതിനെയാണ് നമ്മൾ xn k എന്ന് കൊടുക്കുന്നത്. ലെറ്റ് ഇറ്റ് ബി xn k. അത് കൺവേർജ് ചെയ്യുന്നത് വാല്യൂവിനെ നമ്മൾ x സ്റ്റാർ എന്ന് കൊടുക്കുന്നു. Okay, so xn has a convergent subsequence xnk which converges to x star. Next thing is, now we will prove that our sequence actually converges to x star. And we will establish it. So now we will prove that our sequence xn converges to x star. ഇപ്പോൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എക്സന്നിൻ്റെ ഒരു സബ്സീക്വൻസ് എക്സ് സ്റ്റാറിലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്നാണ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തത്. എക്സൻ എന്ന് പറഞ്ഞ സീക്വൻസ് ഇറ്റ് സെൽഫ് എക്സ് സ്റ്റാറിലേക്ക് കൺവേർജ് ചെയ്യുന്നു നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തില്ല. അതായിരുന്നു നമ്മുടെ ഒബ്ജക്റ്റീവ്. ഓക്കെ, സോ നമ്മൾ എക്സൻ എന്ന് പറഞ്ഞ സീക്വൻസ് എക്സ് സ്റ്റാറിലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സോ അതിനുവേണ്ടി സിൻസ് xn is Cauchy, which is our assumption, so for a given epsilon by 2 which is greater than 0, for a given epsilon greater than 0, there exists a h such that modulus of xn minus xm less than epsilon by 2 for all m comma n greater than or equal to h. We can write h as h epsilon by 2 കാരണം h epsilon by 2 നെ ഡിപ്പെൻഡ് ചെയ്യുന്നു. Okay, so this is equation number 1. Now നമുക്ക് തന്നിട്ടുണ്ട് എക്സൻ്റെ ഒരു സബ്സീക്വൻസ് ആയിട്ടുള്ള xnk convergent. xnk is convergent. So for a given epsilon greater than 0, epsilon by 2 greater than 0, there exists an h, there exists a k1 such that modulus of xnk minus x star is less than epsilon by 2 for all n greater than or equal to k1. ഓക്കെ, സോ ഞാൻ ഈ k1 എന്നുള്ളത് എൻ്റെ ഒരു കൺവീനിയൻസിന് വേണ്ടി ഗ്രേറ്റർ ദാൻ എച്ച് എന്നോടാണ് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിവിടെ ചൂസ് ചെയ്ത ഈ നമ്മൾ എച്ച് ചൂസ് ചെയ്തതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ എച്ചിനെക്കാട്ടിൽ കൂടെ വലുതാണ് k1. അങ്ങനെ കാരണം k1ന് ശേഷമുള്ള എല്ലാ നമ്പേഴ്സിനും ഇത് റിസൾട്ട് ട്രൂ ആണ്. k1 എന്ന് പറയുന്നത് ഞാൻ എച്ചിനെക്കാട്ടിലും വലിയൊരു നമ്പറായിട്ടാണ് ചൂസ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ട്രൂ ഫോർ ദാറ്റ് ആസ് വെൽ. ഓക്കെ, സോ nk. The second part is as per our convenience. നമുക്ക് nk greater than k1 ആണെങ്കിൽ നമുക്ക് xnk minus x star is less than epsilon by 2 since xnk is convergent. ഞാൻ എൻ്റെ k1 എന്നുള്ള നമ്പർ ആക്ച്വലി ഗ്രേറ്റർ ദാൻ എച്ച് എന്ന രീതിയിലും കൂടാണ് ചൂസ് ചെയ്യുന്നത്. സോ ക്ലിയർലി ഇൻ പർട്ടിക്കുലർ വി ക്യാൻ റൈറ്റ് മോഡുലസ് ഓഫ് xk1 minus x star is also less than epsilon by 2 where k1 is greater than h. Okay, കാരണം ഇത് k1ന് ശേഷമുള്ള k1ന് ശേഷമുള്ള എല്ലാ ടേംസിനും ഇത് ട്രൂ ആണെന്നുണ്ടെങ്കിൽ k1നും ട്രൂ ആണ്. പർട്ടിക്കുലർ കേസ് ആണെന്ന് nk is equal to k1 എന്ന് ചൂസ് ചെയ്തതേ ഉള്ളൂ. ഓക്കെ, സോ ഇനി നമ്മൾ മോഡുലസ് ഓഫ് xn മൈനസ് എക്സ് സ്റ്റാർ എടുക്കുന്നു. ഓക്കെ, ഇവിടെ ചെറിയ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളൊരു xk എന്ന് പറഞ്ഞ ടേം xk1 എന്ന് പറഞ്ഞ ടേംസ് ആഡ് ചെയ്യുന്നു, സബ്ട്രാക്ട് ചെയ്യുന്നു. സോ വിച്ച് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് xn മൈനസ് xk1 പ്ലസ് xk1 മൈനസ് എക്സ് സ്റ്റാർ എന്ന് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ,
So which by triangle inequality is less than or equal to xn minus xk1 plus xk1 minus x star എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും ബൈ ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി. ഓക്കെ, നൗ നമുക്ക് കോഷി ക്രൈറ്റീരിയൻ വെച്ചിട്ട് മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എം ഷുഡ് ബി ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ഫോർ ഓൾ എം കോമ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച്. എനിക്കറിയാം എൻ്റെ K1 എന്നുള്ളത് ഗ്രേറ്റർ ദാൻ എച്ച് എന്നാണ് ചൂസ് ചെയ്തത്. സോ this part should be, the first part should be less than epsilon by 2. Clearly the first part should be less than epsilon by 2 for all n greater than or equal to h by Cauchy criteria. കാരണം ഇവിടെ K1 ഓൾറെഡി ഗ്രേറ്റർ ദാൻ എച്ച് ആണെന്ന് പറഞ്ഞു. സോ എം എൻ ഗ്രേറ്റർ ദാൻ എച്ച് ആകുന്ന കേസിൽ മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എം ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആണ്. ഇവിടെ എമ്മിൻ്റെ സ്ഥാനത്ത് K1 എന്ന് ചൂസ് ചെയ്തു. K1 ഈസ് ഓൾറെഡി ഗ്രേറ്റർ ദാൻ എച്ച്. സോ ദ ഓൺലി തിങ് വിച്ച് റിമൈൻസ് ടു എസ്റ്റാബ്ലിഷ് ദാറ്റ് ദിസ് തിങ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ഈസ് ദ ഫാക്ട് ദാറ്റ് എൻ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ എച്ച്. ആൻഡ് ഓൾസോ K1 എന്നുള്ളത് എച്ചിനെക്കാട്ടിലും വലുതാകുമ്പോൾ മോഡുലസ് ഓഫ് എക്സ് K1 മൈനസ് എക്സ് സ്റ്റാർ ഈസ് ആക്ച്വലി ലെസ് ദാൻ എപ്സിലോൺ ബൈ 2. സോ ഈ പാർട്ട് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആണ്. സോ കമ്പൈൻ ചെയ്യുമ്പോൾ മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് സ്റ്റാർ ഈസ് ആക്ച്വലി ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച്. സോ ഒരു എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എച്ച് കിട്ടി സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് സ്റ്റാർ ഈസ് ലെസ് ദാൻ എപ്സിലോൺ, വിച്ച് ഇംപ്ലൈസ് ദാറ്റ് അവർ സീക്വൻസ് എക്സ് എൻ ആക്ച്വലി കൺവേർജസ് ടു എക്സ് സ്റ്റാർ. സോ നമ്മുടെ സീക്വൻസ് കൺവേർജ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. നമ്മൾ തുടങ്ങിയത് ഒരു കോഷി സീക്വൻസിൽ നിന്നാണ്. സോ നമ്മളൊരു കോഷി സീക്വൻസ് എക്സ് എൻ ചൂസ് ചെയ്തു. ഇവൻച്വലി വി പ്രൂവ്ഡ് ദാറ്റ് ഇറ്റ് ഈസ് ആക്ച്വലി കൺവേർജൻറ്റ്. സോ ഫ്രം ദാറ്റ് വി ക്യാൻ സേ ദാറ്റ് എക്സ് എൻ ഈസ് കോഷി implies എക്സ് എൻ ഈസ് കൺവേർജൻറ്റ്. ഓക്കെ, സോ എല്ലാ കോഷി സീക്വൻസും കൺവേർജൻ്റ് ആണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാം. എല്ലാ കൺവേർജൻറ്റ് സീക്വൻസും കോഷി ആണെന്നും നമ്മൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ കമ്പൈനിങ് ദോസ് ടു വി ക്യാൻ സർട്ടൻലി സേ ദാറ്റ് എ സീക്വൻസ് ഈസ് കൺവേർജൻറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് കോഷി എന്ന് പറയാം. സോ ഇതിൻ്റെ പ്രൂഫിൻ്റെ ഔട്ട്ലൈൻ ഒന്നുകൂടെ കൃത്യമായിട്ട് പറയാം. നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത് എ സീക്വൻസ് ഈസ് കോഷി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് കൺവേർജൻറ്റ് എന്നുള്ള ഫാക്റ്റാണ്. സോ അസ്യൂം ചെയ്യുന്നു എക്സ് എൻ എന്താണ്, കോഷി ആണെന്ന്. സോ എക്സ് എൻ ഈസ് കൺവേർജൻറ്റ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് സെക്കൻഡ് പാർട്ടിൽ. അതിന് മുമ്പ് തന്നെ എല്ലാ കൺവേർജൻറ്റ് സീക്വൻസും കോഷി ആണെന്നുള്ള ഫാക്റ്റ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. സെക്കൻഡ് പാർട്ടായിട്ട് എക്സ് എൻ കോഷി ആണെന്ന് അസ്യൂം ചെയ്യുന്നു. അപ്പോൾ എക്സ് എൻ കോഷി ആണെങ്കിൽ നമുക്കറിയാം എല്ലാ കോഷി സീക്വൻസും ബൗണ്ടഡ് ആയതുകൊണ്ട് എക്സ് എൻ ഈസ് ബൗണ്ടഡ്. ബോൾസാനോസ് വിയർസ്ട്രാസ് തിയറം അനുസരിച്ച് എല്ലാ ബൗണ്ടഡ് സീക്വൻസിനും ഒരു കൺവേർജൻ സബ് സീക്വൻസ് ഉണ്ട്. സോ എക്സ് എന്നിൻ്റെ ഒരു കൺവേർജൻ സബ് സീക്വൻസ് ആണ് എക്സ് എൻ കെ. അത് കൺവേർജ് ചെയ്യുന്ന പോയിൻ്റാണ് എക്സ് സ്റ്റാർ. നമ്മൾ ഞാൻ പ്രൂവ് ചെയ്യുന്നു. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എക്സ് എൻ കൺവേർജൻ എന്നാണ്. സോ നമ്മൾ പ്രൂവ് ചെയ്യും എക്സ് എൻ കൺവേർജസ് ടു എക്സ് സ്റ്റാർ എന്ന് പ്രൂവ് ചെയ്യും. എക്സ് എൻ കോഷി ആയതുകൊണ്ട് മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എം ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ഫോർ ഓൾ എം കോമ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് എന്ന് എഴുതാം. എക്സ് എൻ കെ കൺവേർജൻ്റ് ആയതുകൊണ്ട് മോഡുലസ് ഓഫ് എക്സ് എൻ കെ മൈനസ് എക്സ് സ്റ്റാർ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ഫോർ ഓൾ എൻ കെ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു സം K1. നമ്മൾ കൺവീനിയൻസിന് വേണ്ടി K1 ഈസ് ഗ്രേറ്റർ ദാൻ എച്ച് എന്നും കൂടെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് കൊടുക്കുന്നു. Okay, so in particular modulus of x K1 minus x star is less than epsilon by 2. So modulus of xn minus x star choose ചെയ്യുന്നു, xk1 subtract ചെയ്യുന്നു, xk1 add ചെയ്യുന്നു. So which means that triangle inequality apply ചെയ്യുമ്പോൾ which is less than or equal to modulus of xn minus xk1 plus modulus of xk1 minus x star എന്ന് എഴുതാം. ഇത് ഫസ്റ്റ് പാർട്ട് കോഷി ക്രൈറ്റീരിയൻ വെച്ചിട്ട് K1 ഗ്രേറ്റർ ദാൻ എച്ച് ആണ്. എൻ ഗ്രേറ്റർ ദാൻ എച്ച് ആകുമ്പോൾ ദിസ് പാർട്ട് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2. ദ സെക്കൻഡ് പാർട്ട് ഈസ് ഓൾസോ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 സിൻസ് ദ സബ്സീക്വൻസ് കൺവേർജസ്. സോ കമ്പൈനിങ് ദിസ് ടു മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് സ്റ്റാർ ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് എന്ന് കിട്ടും, വിച്ച് മീൻസ് ദാറ്റ് എക്സ് എൻ ഈസ് കൺവേർജൻറ്റ്. സോ എക്സ് എൻ കോഷി ആണെങ്കിൽ കൺവേർജൻ്റ് ആണ്. പ്രീവിയസ് ലെമ്മ വെച്ചിട്ട് എല്ലാ കൺവേർജൻ സീക്വൻസും കോഷിയാണ്. സോ കമ്പൈനിങ് ദിസ് ടു വി ക്യാൻ സേ ദാറ്റ് എ സീക്വൻസ് ഈസ് കൺവേർജൻറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് കോഷി. സോ ഒരു സീക്വൻസ് കൺവേർജൻ്റ് ആണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അത് കോഷി ആണോ എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്താൽ മതി. സോ ഈ റിസൾട്ടിലൂടെ നമ്മൾ കൺവേർജൻസിൻ്റെ ക്രൈറ്റീരിയ ലിമിറ്റുമായി ബന്ധപ്പെടുത്താതെ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു ക്രൈറ്റീരിയ ആണ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തത്. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. താങ്ക് യു.